ओमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये वञ्चकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യായം 12 സ്കന്ധം 1 പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. നമ്മൾ കണ്ടിരുന്നു ശൗനകാദി ഋഷിമാർ, ശൗനക ഋഷി പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് ചോദിക്കുന്നു സൂത ഗോസ്വാമിയോട്. ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കർമ്മത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണവും അതിനുശേഷം മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എവിടേക്കാണ് പരീക്ഷിത്ത് മഹാരാജാവ് പോകുന്നത് എന്നുള്ളതെല്ലാം അവർക്ക് അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സൂത ഗോസ്വാമിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. സൂത ഗോസ്വാമി ഉത്തരം പറയുന്നതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ചോദ്യം നേരത്തെയും ചോദിച്ചിരുന്നു. പിന്നെ നമ്മൾ കണ്ടു അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ടൂർ ഉണ്ടായിരുന്നു, വേറൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് സൂത ഗോസ്വാമി പോകുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായം തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. ചോദ്യം ശൗനക ഋഷിയുടെ ചോദ്യമാണ്. അതിനുശേഷം യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച് സൂത ഗോസ്വാമി പറയുന്നു. സൂത ഗോസ്വാമി ഉത്തരം പറയുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം അവരുടെ ആ പരമ്പരയെ കുറിച്ച്, പരീക്ഷിത്ത് മഹാരാജാവിന്റെ അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പരമ്പര, അദ്ദേഹം ഏത് പരമ്പരയിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ പറയുന്നു. അതിൽ പ്രത്യേകിച്ചും യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. യുധിഷ്ഠിര മഹാരാജാവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം എത്രമാത്രം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് എന്നുള്ളതും, അദ്ദേഹത്തെ പോലെ ഒരു വേറെ രാജാവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ, എല്ലാ പ്രജകളെയും ഒരേപോലെ നോക്കി കാണുന്നു, ശത്രുക്കളില്ല, എല്ലാവരെയും അദ്ദേഹം പ്രീതിപ്പെടുത്തുന്നു. അതിൽ മനുഷ്യർ മൃഗങ്ങൾ എന്നുള്ള വ്യത്യാസമില്ലാതെ രഞ്ജയൻ പ്രജഹ എന്നാണ് പറയുന്നത്, എല്ലാവരെയും ഒരേപോലെ പ്രീതിപ്പെടുത്തുന്നു. എന്നാൽ അതേപോലെ സ്വന്തം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും അദ്ദേഹം ചെയ്തിരുന്നത്. നിഷ്പൃഹ സർവകാമേഭ്യ എന്നാണ് പറയുന്നത്. അതായത് സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരും അദ്ദേഹത്തെ സ്തുതിക്കണം എന്നുള്ള ഒരു രീതിയിലോ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു മനോഭാവമായിരുന്നില്ല യുധിഷ്ഠിര മഹാരാജാവ്. അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. സ്വന്തമായിട്ടുള്ള സ്വാർത്ഥതയോ ഇന്ദ്രിയ സുഖങ്ങളോ ഒന്നും അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് മറ്റുള്ളവരുടെ ക്ഷേമം മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇതെല്ലാം
അദ്ദേഹത്തിന് സാധിച്ചത് എന്തുകൊണ്ടാണ്, സാധിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? യുധിഷ്ഠിര മഹാരാജാവ് ഇത്രയും വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണ് എന്ന് സൂത ഗോസ്വാമിയുടെ പറയുന്നു. അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നു, കൃഷ്ണ പാദാനുസേവയ. സദാസമയവും അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവത് സേവനമായിട്ട് അദ്ദേഹം നോക്കി കാണുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ക്വാളിറ്റീസ് ഒക്കെ, ഈ ഗുണങ്ങളൊക്കെ ഉള്ളത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണ പാദാനുസേവയ. എന്തുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച് പറയുന്നു? പരീക്ഷിത മഹാരാജാവ് അതേപോലെ തന്നെയാണ്. യുധിഷ്ഠിര മഹാരാജാവിന്റെ എല്ലാ ഗുണങ്ങളും പരീക്ഷിത മഹാരാജാവിനും ഉണ്ട്. അപ്പോൾ അതിനൊരു തുടക്കമായിട്ട് പറയുന്നു, അതായത് യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ സൂത ഗോസ്വാമി പറഞ്ഞു മുന്നോട്ട് പോകുന്നത്. പിന്നീട് അവിടെ 2-3 ശ്ലോകങ്ങളിലായിട്ട് യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ചും ആ ഒരു പരമ്പരയെ കുറിച്ചും പറയുന്നു. അങ്ങനെ അവർ ജംബുദ്വീപം മുഴുവനും ഭരിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു എന്നുള്ളതും അവിടെ പറയുന്നു. എന്നാൽ അവർക്ക് ഈ രാജ്യത്തോടോ അല്ലെങ്കിൽ സ്ഥാനത്തോടോ ആ ഒരു പൊസിഷനോടോ ഒന്നും ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. സദാസമയം മുകുന്ദ മനസ്സോ, ഭഗവാനെ ഓർത്തുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവത് സേവനമായിട്ട് കണ്ടുകൊണ്ടാണ് അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. പറയുന്നു, ഉപരിലോകങ്ങളിൽ, സ്വർഗലോകങ്ങളിലുള്ള സുരപതി, സുരസ്പൃഹ, അതായത് ഇന്ദ്രദേവനും മറ്റുള്ള ദേവതമാരും പോലും ആഗ്രഹിക്കുന്ന അത്രമാത്രം വലിയൊരു പൊസിഷൻ ആയിരുന്നു യുധിഷ്ഠിര മഹാരാജാവ് ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം രാം. ക്ഷമിക്കണം, ഞാൻ ആക്ച്വലി വീട്ടിലല്ല, ഓഫീസിന്റെ കാര്യമായിട്ട് ഞാനൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്റർനെറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിവേ, കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ യുധിഷ്ഠിര മഹാരാജാവ് എല്ലാം ഭംഗിയായിട്ട് ചെയ്തിരുന്നു. എന്നാലും പൂർണ്ണമായിട്ടും വിരക്തിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ഒരു അറ്റാച്ച്മെന്റും ഉണ്ടായിരുന്നില്ല ഒന്നിനോടും. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം, അദ്ദേഹത്തിന്റെ പൊസിഷൻ ദേവതമാർ പോലും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അത്രമാത്രം വലിയൊരു സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. സദാസമയം ഭഗവാനെ സേവിക്കുന്നു, ഭഗവാനെ ഓർക്കുന്നു. മുകുന്ദ മനസ്സോ, ഹൃദയത്തിൽ മുകുന്ദൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം. പിന്നീട് 7-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ കാണുന്നു പരീക്ഷിത്ത മഹാരാജാവിനെ എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ ഉത്തരാമാതയുടെ ഗർഭത്തിൽ സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നു. അവിടെ പരീക്ഷിത്ത മഹാരാജാവിന് ദർശനം കിട്ടുന്നു, ഭഗവാനെ കാണുന്നു. അങ്കുഷ്ടമാത്രം അമലം, നമ്മൾ ഈ ഒരു ശ്ലോകം അവിടെ കാണുന്നുണ്ട്. സ്ഫുരത് പുരട്ട മൗലിനം അപീവ്യ ദർശനം ശ്യാമം തടിത് വാസസം അച്യുതം. ഭഗവാനെ അതിമനോഹരമായിട്ടുള്ള ചതുർഭുജ രൂപമാണ് പരീക്ഷിത്ത മഹാരാജാവ് കാണുന്നത്. അങ്കുഷ്ടമാത്രം, അദ്ദേഹത്തിന്റെ വലിപ്പം അങ്കുഷ്ടമാത്രം, തള്ളവിരലിന്റെ വലിപ്പത്തിലാണ് അദ്ദേഹം അവിടെ കാണുന്നത്. സ്ഫുരത് പുരട്ട മൗലിനം, അതിമനോഹരമായിട്ടുള്ള കിരീടമുണ്ട്, തിളങ്ങുന്ന കിരീടമുണ്ട്. അതേപോലെ തന്നെ വർണ്ണം, അദ്ദേഹത്തിന്റെ നിറം പറയുന്നു ശ്യാമവർണ്ണമാണ് എന്ന് പറയുന്നു. അതേപോലെ അദ്ദേഹത്തിന്റെ വസ്ത്രം എങ്ങനെയാണ്? തടിത്ത്, അതായത് ഇടിമിന്നൽ പോലെ അത്രമാത്രം പ്രകാശമാണ് എന്നുള്ളത്. അപ്പോൾ അത്രമാത്രം അട്രാക്റ്റീവ് ആണ് ഭഗവാന്റെ രൂപം. ഭഗവാന്റെ രൂപത്തെ, ആ ഒരു മനോഹരമായിട്ടുള്ള രൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടു. ഇനി അതിനുശേഷം നമ്മൾ കാണുന്നു ആ രൂപം പരീക്ഷിത് മഹാരാജാവ് കാണുന്നു. ഭഗവാൻ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നു. അതിനുശേഷം അദ്ദേഹം അപ്രത്യക്ഷനാവുന്നു. അത്രേ പറയുന്നുള്ളൂ. അപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ പേര് തന്നെ വരാനുള്ള, പരീക്ഷിത് എന്നുള്ള പേര് വരുന്നത് അതിനുള്ള കാരണം തന്നെ ഇത് തന്നെയാണ്. അദ്ദേഹം ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ കണ്ടു. അതേ രൂപത്തെക്കുറിച്ച്, അതേ ഭഗവാനെ, അതേ വ്യക്തിയെ അദ്ദേഹം അന്വേഷിക്കുകയാണ്.
പരീക്ഷിത്ത് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. അതായത് ഭഗവാനെ അന്വേഷിക്കുന്നു. ആ കണ്ട ആള് ആരാണ് എന്നുള്ളത്. ഇദ്ദേഹമാണോ, 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 അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ അദ്ദേഹം ഓർക്കുവാണ്, ഞാൻ കണ്ട വ്യക്തിയാണോ, ഭഗവാനാണോ ഇത് എന്നുള്ളത്. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മം അങ്ങനെയാണ്. പിന്നീട് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ജന്മമായിട്ട് സംബന്ധിച്ചുള്ള അവിടെ നടക്കുന്ന അനുഷ്ഠാനങ്ങളും അവിടുത്തെ ഫെസ്റ്റിവലും സെറിമണീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് അതിമനോഹരമായിട്ട് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മം കൊണ്ടാടുന്നു, അതായത് ആഘോഷമായിട്ട് എടുക്കുന്നു അദ്ദേഹത്തിന്റെ ജന്മം. വളരെ ഇവിടെ ബ്രാഹ്മണർ എല്ലാവരും തന്നെ പരീക്ഷിത്ത് മഹാരാജാവിന്റെ ആ ഒരു ജാതകം നോക്കിക്കൊണ്ട് പറയുന്നു, ഇതേപോലെ വേറെ ഒരു മഹാസൗഭാഗ്യം ഇല്ല. അത്രമാത്രം എല്ലാം കൊണ്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തൻ തന്നെയാണ് പരീക്ഷിത്ത് മഹാരാജാവ്, ഈ കുട്ടി എന്നുള്ളത് പറയുന്നു. ധൗമ്യ ഋഷിയും കൃപാചാര്യരും അങ്ങനെയുള്ള ബ്രാഹ്മണരെല്ലാം അവിടെ യുധിഷ്ഠിര മഹാരാജാവിനെ ഈ ഒരു ജാത കർമ്മത്തിൽ സഹായിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവ് എല്ലാവർക്കും, അവിടെയുള്ള എല്ലാ ബ്രാഹ്മണർക്കും, അതേപോലെ തന്നെ യോഗ്യതയുള്ള, ദാനം സ്വീകരിക്കാൻ യോഗ്യതയുള്ള എല്ലാ ബ്രാഹ്മണർക്കും വേണ്ടതായിട്ടുള്ള എല്ലാ ദാനധർമ്മങ്ങളും അദ്ദേഹം ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് നോക്കാം 16-ാമത്തെ ശ്ലോകം മുതൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പരീക്ഷിത്ത് മഹാരാജാവിനെ അനുഗ്രഹിക്കുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. ബ്രാഹ്മണർ എല്ലാവരും പറയുന്നു പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഗുണങ്ങളെ കുറിച്ച്, അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. അതാണ് ഇനി കാണുന്നത്. 16. ദൈവേന പ്രതിഗാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാതോ വൗ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ദൈവേന പ്രതിഗാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാതോ വോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ദൈവേന പ്രതിഗാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാതോ വോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരാൾ വായിക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം 16. ദൈവേന പ്രതികാദേന ശുക്ലേ സംസ്ഥാമുപേയുഷീം രാതോവേ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. വിവർത്തനം. ശ്രീ പ്രഭുപാദ് കി ജയ്. ബ്രാഹ്മണൻ പറഞ്ഞു, സർവശക്തനും സർവവ്യാപിയുമായ പരമദിവ്യോത്തമ പുരുഷൻ വിഷ്ണു ഭഗവാൻ അങ്ങയെ അനുഗ്രഹിക്കുവാനായി ഈ പരിശുദ്ധനായ സന്തതിയെ വീണ്ടെടുത്തിരിക്കുന്നു. അലംഘ്യവും അമാനുഷികമായ ആയുധത്താൽ നശിപ്പിക്കപ്പെടുവാൻ പോകുന്ന സമയത്താണ് ഇദ്ദേഹം സംരക്ഷിക്കപ്പെട്ടത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ബ്രാഹ്മണരാണ് ഇവിടെ സംസാരിക്കുന്നത്. ദൈവേന പ്രതിഗാതേന, അതായത് ഭഗവാൻ വിഷ്ണു ആണ് ഇവിടെ ഭഗവാൻ നേരിട്ട് വന്ന് പരീക്ഷിത്ത് മഹാരാജാവിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ ഒരു സംഭവമല്ല. ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല, എളുപ്പത്തിലുള്ള കാര്യമല്ല. മാത്രമല്ല, ഗർഭപാത്രത്തിനകത്തോട്ട് പ്രവേശിച്ചുകൊണ്ട് അവിടെ ഒരു വലയം സൃഷ്ടിക്കുന്നു, പരീക്ഷിത്ത് മഹാരാജാവിനെ, അവിടെയുള്ള കുട്ടിയെ രക്ഷിക്കുന്നു. ഇങ്ങനെ ഇതൊന്നും നമുക്ക് കാണാൻ കേൾക്കുവാനോ അല്ലെങ്കിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വളരെ ഭഗവാന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നു വിഷ്ണുന പ്രഭവിഷ്ണുന, ഭഗവാൻ വിഷ്ണുവിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഭഗവാൻ വിഷ്ണു നേരിട്ട് വന്ന് ഈ പരീക്ഷിത്ത് മഹാരാജാവിനെയും ഇവിടെ പറയുന്നത്
അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റിയും ഇവിടെ പറയുന്നു. കാര്യം ഭഗവാൻ നേരിട്ട് വന്ന് ഇങ്ങനെ സംരക്ഷിക്കണമെങ്കിൽ അത് സാധാരണ ഒരു വ്യക്തി ആയിരിക്കില്ല. അതാണ് അങ്ങനെ പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാജി പറയുന്നു, അതിമനോഹരമായിട്ട് ആചാര്യന്മാരുടെ ആ ഒരു കമന്ററിയിലും ഇത് തന്നെയാണ് പറയുന്നത്. പരീക്ഷിത് മഹാരാജാവിനെ ഭഗവാൻ നേരിട്ട് വന്ന് രക്ഷിക്കുന്നു. അതിന് 2 കാരണങ്ങളുണ്ട് എന്നുള്ളത്. ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷിത് മഹാരാജാവ് ഒരു പരിശുദ്ധ ഭക്തനാണ്. അതാണ് ആദ്യത്തെ കാര്യം. ഭഗവാൻ നേരിട്ട്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ, ഭഗവാന്റെ ഭക്തർ എന്താണ് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ? നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തർക്ക് ഒരിക്കലും നാശം ഉണ്ടാവില്ല. അതായത് ഇവിടെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന കാര്യം മാത്രമല്ല, ഭഗവാന്റെ സംരക്ഷണം പല രീതിയിലാണ്. ഫിസിക്കലി നമ്മുടെ ശരീരത്തെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ഭഗവാന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അത് മാത്രമല്ല. അതാണ് വേണ്ടത് ആ സമയത്ത് ഉണ്ടെങ്കിൽ അതായിരിക്കും ഭഗവാൻ ചെയ്യുന്നത്. ഇനി അതല്ല, ഭഗവാന്റെ സംരക്ഷണം പല രീതിയിലാണ് വരുന്നത്. നമ്മുടെ ബോധത്തെ സംരക്ഷിക്കുന്നു, ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതെല്ലാം ഭഗവാന്റെ സംരക്ഷണം തന്നെയാണ്. അപ്പോൾ നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കലി നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല വരുന്നത്. ഇവിടെ പരീക്ഷിത് മഹാരാജാവിനെ പോലെ ഒരു രാജാവിനെ ആവശ്യമുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ആ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതിന് പരീക്ഷിത് മഹാരാജാവിനെ പോലെ യോഗ്യനായിട്ടുള്ള വേറെ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ നേരിട്ട് രക്ഷിക്കുന്നു. മാത്രമല്ല, ഉത്തരമാത നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഉള്ള അധ്യായങ്ങളിൽ. ഉത്തരമാത നേരിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഉത്തരമാത അല്ലെങ്കിൽ ആരാണോ ഭഗവാനെ നേരിട്ട് ശരണം പ്രാപിക്കുന്നത്, ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരെ ഭഗവാൻ കൈവിടില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ പ്രഭുപാദ് 2 കാരണങ്ങൾ എടുത്തു പറയുന്നു. പരീക്ഷിത് മഹാരാജാവിനെ പോലെ അദ്ദേഹം വരിഷ്ഠനായിട്ടുള്ള ഒരു ശുദ്ധ ഭക്തനാണ്. അതാണ് ഒരു കാരണം എന്നുള്ളത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആ പരമ്പര, യുധിഷ്ഠിര മഹാരാജാവിന്റെ പരമ്പര അല്ലെങ്കിൽ ആ ഒരു രാജ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരാള് വേണം. അതിൽ ഇദ്ദേഹത്തെ പോലെ വേറെ ആരും ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരുമില്ല. അതുകൊണ്ട് ആ പരമ്പര നിലനിർത്താൻ വേണ്ടി ആവശ്യമുണ്ട്. കാര്യം ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് ധർമ്മത്തെ സ്ഥാപിക്കുക എന്നുള്ളത് അല്ലെ. നമുക്കറിയാം, യഥാഹി ധർമ്മസ്യ ഗ്ലാനി സംഭവിക്കുമ്പോൾ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു, അത് സ്ഥാപിക്കുന്നു. ഭഗവാന്റെ ഭക്തർ അർജുനനും യുധിഷ്ഠിര മഹാരാജാവുമാണ് അവര് നിമിത്തമായി മാറുന്നത്. അപ്പോൾ ആ പരമ്പര സ്ഥാപിച്ചു ഭഗവാൻ, ഓൾറെഡി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ കാലം കൊണ്ടുപോകാൻ ആള് വേണം. കാര്യം കലിയുഗം തുടങ്ങുന്നേക്കാൾ മുമ്പ് ഇനിയും സമയമുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി പരീക്ഷിത് മഹാരാജാവ് മാത്രമാണ്. അങ്ങനെയുള്ള അതുകൊണ്ട് ഇവിടെ നേരിട്ട് ഭഗവാൻ സംരക്ഷിക്കുന്നു എന്നുള്ളത് ശ്രീല പ്രഭുപാദി എടുത്തു പറയുന്നു. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന്റെ ഗുണം 2, അതായത് അദ്ദേഹം ശുദ്ധഭക്തനാണ് എന്നുള്ളത്. അതേപോലെ രാജ്യപരമ്പര നിലനിർത്താനുള്ളത് ഒരു കാരണം. ഇനി അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരാദേവി ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. പൂർണ്ണമായിട്ടും ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, പാഹി പാഹി, രക്ഷിക്കൂ എന്ന് പറഞ്ഞു ഓടിപ്പോകുന്നു അല്ലെ. അപ്പോൾ ഭഗവാൻ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയോ ഇല്ല. അപ്പോൾ ഉത്തരമാതയോടുള്ള സ്നേഹവും നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഇനി യുധിഷ്ഠിര മഹാരാജാവിനോടുള്ള സ്നേഹം, യുധിഷ്ഠിര മഹാരാജാവിന്റെ ഉള്ളിലും ആഗ്രഹമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഭഗവാന്റെ ആഗ്രഹം ഈ പരമ്പര നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പരീക്ഷിത് മഹാരാജാവിന് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറണം, അതിന് യോഗ്യതയുള്ള ആൾക്ക് കൈമാറണമെന്ന് യുധിഷ്ഠിര മഹാരാജാവിനും ആഗ്രഹമുണ്ട്. അങ്ങനെ പലവരുടെയും ആഗ്രഹം ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് 2 കാര്യങ്ങൾ എടുത്തു പറയുന്നു ഭാവാർത്ഥത്തിൽ എന്നുള്ളതാണ്. എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഭഗവാൻ എല്ലാവരുടെയും ആഗ്രഹത്തെ അദ്ദേഹം സാധിപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ ശ്രീല പ്രഭുപാദി ഇതിനെക്കുറിച്ച് വിവരിക്കുന്നു. പ്രഭുപാദി എടുത്തു പറയുന്നുണ്ട് പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഒരു യോഗ്യതയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ആ ഒരു ഗുണങ്ങളെക്കുറിച്ച്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ് എന്നുള്ളത്. വേറൊരു കാര്യം കൂടെ പറയുന്നത്, ഭഗവാന്റെ ഭക്തരും ഇവിടെ വരുന്നത്, ഭഗവാൻ അവതരിക്കുന്നത് എന്താണ്?
ഭഗവാന്റെ അതിന് കാരണങ്ങളുണ്ടാവും അല്ലെ. നമ്മൾ ധർമ്മത്തെ സ്ഥാപിക്കുക എന്നുള്ളതും ഒരു കാരണമാണ്, എക്സ്റ്റേണൽ കാരണമാണ്. എന്നാൽ ആന്തരികമായിട്ടുള്ള കാരണം ഭക്തരെ സംരക്ഷിക്കുക, ഭക്തരുടെ കൂടെ അവർക്ക് ലീലയിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുക, ഇതാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തർ അവതരിക്കുന്നതും അവർ ജനിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ ആഗ്രഹിക്കുന്ന കാര്യം നടത്തുവാൻ വേണ്ടി. ഭഗവാന്റെ കൈകളിൽ ഉള്ള ഉപകരണമായി മാറുവാൻ വേണ്ടി. എന്താണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത് അത് നടത്തുവാൻ സഹായിക്കുവാൻ വേണ്ടി, ഭഗവാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ ഭക്തരെല്ലാം അവതരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ തനിയല്ല വരുന്നത്, ഭഗവാൻ തന്നെ വന്ന് എല്ലാം ചെയ്യുന്നു എന്നുള്ളതല്ല, അദ്ദേഹം ഭക്തർക്കും അവസരം കൊടുക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് അതേപോലുള്ള ഒരു ശുദ്ധ ഭക്തനാണ്. ഭഗവാന്റെ മിഷൻ എന്താണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ഒരു പരമ്പരയെ ഇങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തർ തന്നെ ഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം, ധർമ്മത്തെ നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഭഗവാൻ ഉണ്ടായിരുന്നു. അത് നിറവേറ്റാൻ വേണ്ടി സഹായിക്കുവാനും ഇവരെല്ലാവരും, പരീക്ഷിത്ത് മഹാരാജാവ് വരുന്നു. പരീക്ഷിത്ത് മഹാരാജാവും ഇവിടെ ഭഗവാന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അതിൽ ആ ഒരു മിഷനിൽ സഹായിക്കുന്നു. ഈ കാരണവും ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ശ്ലോകം 17 തുടർച്ചയാണ്. ഇനി എന്താണ് നോക്കാം നമുക്ക്. അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇതെല്ലാം. വിഷ്ണുരാത്ത് എന്നുള്ളത് പരീക്ഷിത്ത് മഹാരാജാവിന്റെ പേരാണ്. 17 തസ്മാൻ നാംനാ വിഷ്ണുരാത്ത ഇതി ലോകേ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാ. അതിമനോഹരം. തസ്മാൻ നാംനാ വിഷ്ണുരാത്ത ഇതി ലോകേ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. വായിക്കാം. ഞാൻ വായിക്കട്ടെ. ശ്ലോകം 17. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. തസ്മാനാത്മനാ വിഷ്ണുരാധ ഇതി ലോകേ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. ഇക്കാരണത്താൽ ഈ ശിശു പരമദിവ്യോത്തമ പുരുഷനാൽ സംരക്ഷിക്കപ്പെട്ടവനെന്ന് ലോകം മുഴുവൻ പ്രശസ്തനായി തീരും. അല്ലയോ മഹാഭാഗ, നിസ്സംശയം ഈ ശിശു ഒന്നാന്തരം ഭഗവത് ഭക്തനായി തീരുകയും സർവ സദ്ഗുണ സമ്പന്നനുമായി തീരുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഇത് പറയുന്നത് ആരാണ്? ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ പറയുന്നതാണ്. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഗുണങ്ങളെ അവര് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ശ്ലോകങ്ങളിലൂടെ. ഇവിടെ പറയും തസ്മാൻ നാംന വിഷ്ണുരാത്ത. വിഷ്ണുരാത്ത എന്നുള്ളത് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഒരു പേരും കൂടെയാണ്. വിഷ്ണുരാത്ത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ വിഷ്ണു സംരക്ഷിക്കുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. ഭഗവാൻ നേരിട്ട് വന്ന് സംരക്ഷിക്കുന്നു പരീക്ഷിത്തിനെ. വിഷ്ണുരാത്ത. തസ്മാൻ നാംന വിഷ്ണുരാത്ത. അപ്പോൾ ഇദ്ദേഹം, ഈ കുട്ടി, ഈ കുഞ്ഞ് വിഷ്ണുരാത്തൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇതി ലോകേ ഭവിഷ്യതി. ലോകം മുഴുവനും അദ്ദേഹം ഫേമസ് ആവുന്നു. കാര്യം ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടാവില്ല ആർക്കും. അതുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരിശുദ്ധ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ജന്മം വളരെ സ്പെഷ്യലാണ്. അദ്ദേഹത്തിന്റെ കർമ്മങ്ങളും നമ്മൾ ഇനി കാണുന്നു. ഇനി വരുന്ന അധ്യായങ്ങളിൽ സ്കന്ധം 1 നമ്മൾ കാണും. ഒരുപാട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിന്റെ ആ കലി വരുമ്പോൾ അദ്ദേഹം എങ്ങനെ നേരിടുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മത്തെക്കുറിച്ചും നമ്മൾ കാണുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ മരണം വളരെ സ്പെഷ്യൽ ആണ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെ? അപ്പോൾ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. ഇവിടെ എടുത്തു പറയുന്നു വിഷ്ണു നേരിട്ട് വന്ന് സംരക്ഷിച്ചിട്ടുള്ള ആ പരീക്ഷിത്ത്. തസ്മാൻ നാംന വിഷ്ണുരാത്ത എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇതി ലോകേ ഭവിഷ്യതി. എല്ലാ ലോകങ്ങളും, ഉപരിലോകങ്ങളും അല്ലെങ്കിൽ 3 ലോകങ്ങളിലും ഇദ്ദേഹം ഫേമസ് ആവുന്നു. ന സന്ദേഹോ മഹാഭാഗ. ഒരു സംശയവും വേണ്ട, ഇദ്ദേഹം പരിശുദ്ധ ഭക്തനാണ് അല്ലെങ്കിൽ മഹാഭാഗ, വളരെ അദ്ദേഹം ഭാഗ്യം ചെയ്തിട്ടുള്ളതാണ്. മഹാഭാഗവതോ മഹാൻ.
സാധാരണ ഒരു വ്യക്തിയല്ല ഇദ്ദേഹം. അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് കുട്ടിയുടെ ഗുണങ്ങൾ, ക്വാളിറ്റീസ് ബ്രാഹ്മണരെല്ലാവരും അവര് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. മഹാഭാഗവതോ മഹാൻ, മഹാഭാഗവത എന്നാണ് വിളിക്കുന്നത് പരീക്ഷത്തിനെ. മഹാഭാഗവതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വരിഷ്ഠനായിട്ടുള്ള പരിശുദ്ധ ഭക്തനാണ്. മഹാൻ, എല്ലാ സർവഗുണങ്ങളും ഉണ്ടാവും ഈ കുഞ്ഞിന്. സാധാരണ ഒരു കുട്ടിയല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ശില പ്രഭുപാജിയുടെ ഭാവാർത്ഥത്തിൽ ശില പ്രഭുപാജി എടുത്തു പറയുന്നു ഭഗവാന്റെ സംരക്ഷണത്തെ കുറിച്ച്. അതായത് എല്ലാവരെയും ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ട്, അതിന് സംശയമൊന്നുമില്ല. നമ്മളെല്ലാവരെയും സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, ഇതെല്ലാം ഭഗവാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഭക്തരുടെ കാര്യം വരുമ്പോൾ, പരിശുദ്ധ ഭക്തരുടെ കാര്യം വരുമ്പോൾ ഭഗവാൻ അതിൽ നേരിട്ട് ഇടപെടുന്നു. അപ്പോൾ അവിടെ കർമ്മത്തിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഒരു റോൾ ഇല്ല. ഇപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യത്തിൽ പരീക്ഷിത് മഹാരാജാവിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ബ്രഹ്മാസ്ത്രം കാരണം അദ്ദേഹം മരിക്കാനുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഭഗവാൻ നേരിട്ട് അവിടെ വരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ വിയോഗം നമ്മൾ കാണുന്നു. ശാപം അല്ലെങ്കിൽ തക്ഷകൻ കടിക്കുന്നു എന്നുള്ളത് പറയുന്നു. 7 ദിവസത്തിൽ മരിക്കുമെന്നുള്ള ശാപം കിട്ടുന്നു. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ പരീക്ഷിത് മഹാരാജാവിന്റെ കർമ്മഫലമാണോ ഇതെല്ലാം എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ ആളുകൾക്കുണ്ടാവാം. കർമ്മത്തിന് ഒരു റോളുമില്ല ഇവിടെ. കർമ്മത്തിന് റോൾ ഉള്ളത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, അതായത് പരിശുദ്ധ ഭക്തർക്ക് ഇതൊന്നും റോളല്ല. എന്നാൽ ഭക്തരല്ലാത്തവരെ ഇത് കൂടുതൽ ബാധിക്കുന്നു. ശരിക്കും ആ കർമ്മം അനുസരിച്ചാണ് നടക്കുന്നത്. എന്നാൽ ഭക്തിയുത സേവനങ്ങൾ പരിശീലിക്കുന്ന ഒരു വ്യക്തിക്കും അവിടെയും ഭഗവാൻ ഇടപെടുന്നുണ്ട്. മുഴുവനും കർമ്മത്തിന് വിട്ടുകൊടുക്കില്ല ഭഗവാൻ. കർമ്മം അനുസരിച്ച് ചിലപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടാവാം. പക്ഷെ ഭഗവാൻ നേരിട്ട് ഇടപെടുന്നു. അതുകൊണ്ടാണ് കർമ്മം ശാസ്ത്രങ്ങളിൽ പറയുന്നത് നിർദഹതി, കർമാണി നിർദഹതി ഭക്തി ഭാജ. നിർദഹതി അതായത് നിർവീര്യമാക്കുന്നു കർമ്മങ്ങളെ. അത്ര ശക്തിയാണ് ഉള്ളത് ഭക്തിയുത സേവനങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നേരിട്ട് വന്ന് ഭഗവാൻ രക്ഷിക്കുന്നു പരീക്ഷത്തിനെ എന്നുള്ളത് എടുത്തു പറയുന്നു. ശില പ്രഭുപാദി പറയുന്നത് അതാണ്. അതായത് ഓരോ വ്യക്തികളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് ആ പ്രൊട്ടക്ഷൻ, ഭഗവാന്റെ സംരക്ഷണം വരുന്നത്. ജനറൽ ആയിട്ടുള്ള സംരക്ഷണം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാരണമുണ്ടാവും. ഭഗവാൻ നേരിട്ട് ഇടപെടുന്നു. അതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. വ്യക്തി സ്വയം ഭഗവാൻ വന്ന് രക്ഷിക്കുന്നു എന്നുള്ളത് അത് സാധാരണ സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ തന്നെയാണ്, പരീക്ഷിത് മഹാരാജാവിന്റെ ഗുണങ്ങൾ തന്നെയാണ് എന്നുള്ളത്. പിന്നീട് പ്രഭുപാദ് പറയുന്നു കനിഷ്ഠ അധികാരി ആരാണ്, മധ്യമ അധികാരി ആരാണ്, മഹാഭാഗവതർ ആരാണ്. അല്ലെങ്കിൽ മഹാഭാഗവതർ എന്ന് പറയുമ്പോൾ ഉത്തമ അധികാരി എന്ന് പറയാം. ഇപ്പൊ കനിഷ്ഠർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കനിഷ്ഠർ താഴെയുള്ള നമ്മളെ പോലുള്ളവര്, അതായത് ഭക്തിയുത സേവനങ്ങളിൽ ചെയ്ത് കുറച്ചൊക്കെ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു. ആ വിശ്വാസം ശക്തിയിൽ അല്ലെങ്കിൽ അത് പൂർണ്ണമല്ല, വിശ്വാസം അത്ര സ്ട്രോങ് അല്ല. കോമള ശ്രദ്ധ എന്ന് പറയുന്നു ശാസ്ത്രങ്ങളിൽ. കോമള ശ്രദ്ധ എന്ന് പറയുമ്പോൾ അതായത് വളരെ ചഞ്ചലമാണ്. ഇപ്പോൾ ഇന്ന് വിശ്വാസത്തോണ്ട് നാളത്തെ കാര്യം അറിയില്ല. ആരെങ്കിലും വന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേറെ ഫിലോസഫി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മറന്ന് നമ്മൾ അതിന്റെ പുറകിൽ പോകുന്നു. അങ്ങനെ സംഭവിക്കാം ഒരു പക്ഷേ. അങ്ങനെയുള്ളവരാണ് കനിഷ്ഠ അധികാരികൾ. ഇനി മധ്യമ അധികാരി എന്ന് പറയുമ്പോൾ അതിന് തൊട്ടു മുമ്പിലുള്ള ആളുകളാണ്. പിന്നെ കനിഷ്ഠരുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കനിഷ്ഠ അധികാരികൾ അവരുടെ ധാരണ, അവർ വിശ്വസിക്കുന്നത് ഭഗവാൻ എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു വീക്ഷണമില്ല. അമ്പലത്തിൽ മാത്രമേ ഭഗവാനുള്ളൂ. മാത്രമല്ല അവർ വേറൊരു പ്രശ്നം കൂടെ, അല്ലെങ്കിൽ അവരുടെ കോമള ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം വളരെ ചഞ്ചലമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്തരോടുള്ള ഒരു വിശ്വാസം, ആ സ്നേഹം ഇവർക്കുണ്ടാവില്ല. അങ്ങനെയുള്ളവർ ചോദിക്കാം, എന്തിനാണ്
ഗുരുവിനെ നമ്മൾ ആരാധിക്കുന്നത്? കനിഷ്ഠാധികാരികളുടെ മെന്റാലിറ്റി എങ്ങനെയാണ്? ഗുരുവിനെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? ഗുരു ഭഗവാൻ അല്ലല്ലോ. ഭഗവാനെ ഓക്കെ ആരാധിക്കുന്നത് ഞങ്ങൾ ഓക്കെയാണ്, അതിന് പ്രശ്നമില്ല. എന്നാൽ മനുഷ്യരെന്തിന്? ഗുരു എന്ന് പറയുമ്പോൾ മനുഷ്യരൂപത്തിൽ ഗുരു വരുന്നു. അപ്പോൾ ഗുരുവിനെ ആരാധിക്കുന്നു, ഗുരുവിന് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ വിശ്വാസമില്ല. വൈഷ്ണവ ബന്ധങ്ങളോ അതൊന്നും, വൈഷ്ണവ സേവയോ ഒന്നും കനിഷ്ഠാധികാരികളുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ മധ്യമാധികാരിയാവുമ്പോൾ അവർക്ക് മൈത്രി, കൃപ, ഉപേക്ഷ, എല്ലാവരോടും ഒരു മൈത്രി ബന്ധം ഉണ്ടാവും. അവിടെ എല്ലാവരോടും ഒരു സ്നേഹബന്ധം ഉണ്ടാവും. അതായത് വൈഷ്ണവരെ സ്നേഹിക്കുന്നു, വൈഷ്ണവരെ സേവിക്കുന്നു. മൈത്രി, കൃപ, അതായത് കനിഷ്ഠ അധികാരികളോട് മധ്യമാധികാരികൾക്ക് ഒരു സ്നേഹവും കൃപ, അവരോടൊരു കാരുണ്യവും തോന്നുന്നു, അവരെ സഹായിക്കുന്നു, ഭക്തിയിൽ മുന്നോട്ട് വരുവാൻ വേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നു. ഉപേക്ഷ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭക്തിയിൽ താല്പര്യമില്ലാത്ത ആളുകളിൽ നിന്ന് അകലം, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു, അവരുമായിട്ട് ഇടപഴകില്ല. അതാണ് കാര്യം. അവര് തിരിച്ചറിയുന്നു ആരാണ് ഭക്തര്, ആരാണ് ഭക്തിയിൽ താല്പര്യമുള്ളവര്, ഭക്തിയിൽ താല്പര്യമില്ലാത്തവര്, നിരീശ്വരവാദികളാവട്ടെ അല്ലെങ്കിൽ മായാവാദികളാവട്ടെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആളുകളും ഉണ്ടാവും. അപ്പോൾ ഭക്തിയിൽ താല്പര്യം ഇല്ലാത്ത ആളുകളിൽ നിന്ന് അവര് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അത് മധ്യമാധികാരികൾ തിരിച്ചറിയാൻ സാധിക്കുന്നു, അവർക്ക് തിരിച്ചറിയാൻ പറ്റും. മഹാഭാഗവതര് ഉത്തമാധികാരികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഷ്യസ്നസ് ഒന്നും കൂടെ മുകളിലാണ്. അവരെ എല്ലാം ഒരേപോലെ കാണുന്നു. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ കവിഹസ്തിനി ശുനി ചൈവാസ്വപാക്കേച്ച പണ്ഡിത സമദർശന. എല്ലാവരെയും ഒരേപോലെ കാണുന്നു മഹാഭാഗവതർ. അവർക്ക് ഭക്തരാണോ ഭക്തരല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. കാര്യം അവരെല്ലാവരുടെ ഹൃദയത്തിൽ ഭഗവാനെ കാണുന്നു. ആ ആത്മീയ തലത്തിലാണ് അവരുടെ വീക്ഷണം മുഴുവനും. അങ്ങനെയുള്ളതാണ് മഹാഭാഗവതര്. ഇപ്പോൾ പറയുന്നു മഹാഭാഗവതര് എന്ന് പറയുമ്പോൾ ഉത്തമാധികാരികൾ, അതാണ് തീർച്ചയായിട്ടും ഏറ്റവും മുകളിലുള്ളത്, സംശയമില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ഭക്തിയുത സേവനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മൾ മധ്യമാധികാരിയുടെ ഒരു ലെവലിലേക്ക് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടാവും. കാര്യം ഉത്തമാധികാരി ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഒരേപോലെ കാണുമ്പോൾ അവിടെ ഭക്തരും ഭക്തരല്ലാത്തവരും എന്നുള്ള വേർതിരിവില്ലാത്തത് കൊണ്ട് ഈ പ്രചരണം നടക്കില്ല. കാര്യം ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, വേർതിരിച്ച് കാണുവാൻ സാധിച്ചാലല്ലേ വേണ്ട മരുന്ന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തർക്കും ഓരോ മരുന്നുകളായിരിക്കും ആവശ്യം, ഓരോ ഡോസുകളായിരിക്കും ആവശ്യം. അതനുസരിച്ച് ഡോസ് അനുസരിച്ച് സ്ഥലം, സമയവും സ്ഥാനവും എല്ലാം നോക്കിക്കൊണ്ട് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് പറയുന്നു, ഈ പ്രചരണം ചെയ്യാൻ വേണ്ടി മഹാഭാഗവതരായിട്ടുള്ള ഭക്തരും മധ്യമാധികാരിയുടെ റോൾ എടുക്കുന്നു. ഇപ്പോൾ ശീലപ്രഭുപാജിയുടെ കാര്യം, ശീലപ്രഭുപാജി തീർച്ചയായിട്ടും മഹാഭാഗവതനാണ്, തീർച്ചയായിട്ടും ഉത്തമാധികാരിയാണ്, സംശയമില്ല. എന്നാൽ അദ്ദേഹം മധ്യമാധികാരിയുടെ റോൾ എടുക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാലാണ് പ്രചരണം നടക്കുകയുള്ളൂ. അപ്പൊ പ്രചരണത്തിനായി പരിശുദ്ധ ഭക്തരെല്ലാം ഒരുപക്ഷെ ഈ മധ്യമാധികാരിയുടെ ഒരു സ്ഥാനം അല്ലെങ്കിൽ റോൾ എടുക്കും, താൽക്കാലികമായിട്ട് ആ റോൾ എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രചരണത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുവാൻ വേണ്ടി. അതാണ് ആ ഒരു കാര്യവും നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. ശിലപ്രഭുപാജി എടുത്തെടുത്ത് പറയുന്നുണ്ട് പരിശുദ്ധ മഹാരാജാവിന്റെ, അല്ലെങ്കിൽ മഹാഭാഗവതൻ എന്ന് എടുത്തു പറയുന്നു പരിശുദ്ധ മഹാരാജാവിനെ. ശ്ലോകത്തിലും പറയുന്നുണ്ട് എല്ലാ തരത്തിലും അദ്ദേഹം അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മഹാഭാഗവതൻ എന്നുള്ള വാക്ക് ഈ ഭാവാർത്ഥത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പല 3-4 സ്ഥലങ്ങളിൽ ശിലപ്രഭുപാജി എടുത്തു പറയുന്നു പരിശുദ്ധ മഹാരാജാവിന്റെ ഗുണങ്ങളെക്കുറിച്ച്. എല്ലാ തരത്തിലും അദ്ദേഹം മഹാഭാഗവതൻ തന്നെയായിരുന്നു, പരിശുദ്ധ ഭക്തൻ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയുന്നു. അതേപോലുള്ള ഒരു കുടുംബത്തിലാണ്, മഹാഭാഗവതരുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അർജുനനും യുധിഷ്ഠിര മഹാരാജാവും ഭീമസേനനും അങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തർ, കുന്തി മഹാറാണി, ആ ഒരു ഫാമിലിയിലാണ് പരീക്ഷിത് മഹാരാജാവ് വരുന്നത്. പറയേണ്ട ആവശ്യമില്ല, ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടാവും. ഓക്കെ, ശ്ലോകം 18 നോക്കാം. ഇനി എന്താണ് ഇവിടെ പറയാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. യുധിഷ്ഠിര മഹാരാജാവിന്റെ ചോദ്യമാണ്. യുധിഷ്ഠിര മഹാരാജാവ് ബ്രാഹ്മണരോട് ചോദിക്കുന്നു. അതാണ് നമ്മളിവിടെ ഇനി കാണാൻ പോകുന്നത്. എന്താണ് ചോദ്യം എന്ന് നോക്കാം. രാജോവാച, ശ്രീരാജോവാച, അപി ഏഷാ വംശ്യാൻ
അപ്യേഷാ വംശ്യാൻ രാജശ്രീൻ പുണ്യശ്ലോകാൻ മഹാത്മനഃ അനുവർത്തിതാസ്വിദ് യശസ സാധുവാദേന സത്തമാഃ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. ശ്രീരാജോവാച അപേക്ഷാ വംശാൻ രാജർഷീൻ പുണ്യശ്ലോകാൻ മഹാത്മനഃ അനുവർത്തിതാ യശസാ സാധുവാദേന സത്തമാഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സർവ സദ്ഗുണവാനായ രാജാവ്, അതായത് യുധിഷ്ഠിര മഹാരാജാവ് ആരാഞ്ഞു, അല്ലയോ മഹാത്മാക്കളെ, ഈ മഹത്തായ രാജവംശത്തിൽ ജനിച്ച മറ്റുള്ളവരെ പോലെ തന്നെ ഇവനും രാജർഷിയും നാമധേയത്താൽ തന്നെ പുണ്യവാനും തന്റെ നേട്ടങ്ങളാൽ പ്രശസ്തനും മഹനീയനുമായി തീരുമോ? ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ ആ ഉത്കണ്ഠ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചോദിക്കുന്നു, എങ്ങനെയായിരിക്കും ഈ കുട്ടി? അതായത് സർവ്വഗുണങ്ങളും ഉണ്ടാവുമോ? ഗുണങ്ങളും ഉണ്ടാവുമെന്നുള്ളത് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഉത്കണ്ഠ ഇവിടെ കാണുന്നു. ചോദിക്കുന്നു, ഈ വംശത്തെ, ഞങ്ങളുടെ ഈ ഒരു വംശത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ പ്രാപ്തനായിട്ടുള്ള യോഗ്യതയുള്ള കുട്ടി തന്നെയാണോ, ഒരു വ്യക്തി തന്നെയാണോ ഈ കുട്ടി എന്നുള്ളത് ചോദിക്കുന്നു. അതുകൊണ്ട് ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഉത്കണ്ഠ അല്ലെങ്കിൽ സ്നേഹം ആണ്. അദ്ദേഹം ഇത് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം യുധിഷ്ഠിര മഹാരാജാവിനുണ്ട്. കാര്യം ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഭഗവാന്റെ ആഗ്രഹമാണത്, ഈ പരമ്പര നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അത് നടക്കുമോ എന്നുള്ളത് അറിയണം. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ഇത് ഈ ഒരു ചോദ്യം നമ്മളിപ്പോൾ ശ്ലോകം വായിച്ചപ്പോൾ ഗർഗാചാര്യനോട് നന്ദ മഹാരാജ് ചോദിക്കുന്നുണ്ട്. അധ്യായം 8 ദശമസ്കന്ധത്തിൽ എങ്ങനെയായിരിക്കും ഈ കുട്ടിയുടെ ഫ്യൂച്ചർ എന്താണ്? കൃഷ്ണനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കൃഷ്ണനെയും ബലരാമനെയും കുറിച്ച് ചോദിക്കുന്നു. അതിൽ പ്രത്യേകിച്ചും ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ചോദിക്കുന്നു. എങ്ങനെയായിരിക്കും ഈ കുട്ടി ഭാവിയിൽ ഞാൻ ചെയ്യുന്നത് പോലെ പശുക്കളെല്ലാം സംരക്ഷിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നത്. രാജ്യം നിലനിർത്തി കൊണ്ടുപോകാൻ പ്രാപ്തനായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണോ ഇത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ക്ഷത്രിയ ഭാവത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു. അവിടെ നോക്കൂ, കൃഷ്ണൻ വൈശ്യ കുലത്തിലാണ് ആവിർഭാവം, അദ്ദേഹം വരുന്നത്, അദ്ദേഹത്തിന്റെ അവതാരം വരുന്നത്. അവിടെ നന്ദമഹാരാജനെ ഒന്നും അതായത് വേറെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു മകനും അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്യൂട്ടീസ് എല്ലാം അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. അദ്ദേഹം ചോദിക്കുന്നത്, എന്റെ മകൻ പശുക്കളെല്ലാം സംരക്ഷിക്കുമോ, കാളകളെല്ലാം സംരക്ഷിക്കുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ ചോദ്യം. അപ്പോൾ ആ സമയത്ത് ഗർഗാചാര്യർ പറയുന്നുണ്ട് അവിടെ, തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ജാതകപ്രകാരം പശുക്കളെ മാത്രമല്ല കാളകളെയും എല്ലാ മൃഗങ്ങളെയും കൃഷ്ണൻ സംരക്ഷിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദ മഹാരാജാവിന്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഓ, എന്റെ ജീവിതം സഫലീകരിക്കുന്നു, എന്റെ മകൻ ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകും എന്നുള്ളത്. എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് നോക്കൂ. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ അച്ഛനാണ് അദ്ദേഹം. കൃഷ്ണനും ഭക്തരും തമ്മിലുള്ള വൃന്ദാവനത്തിലെ ആ സ്നേഹബന്ധം അങ്ങനെയാണ്. അവിടെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു ഭാവം ആർക്കുമില്ല. അതാണ് അവിടെ നമ്മൾ കാണുന്നത് ദശമസ്കന്ധത്തിൽ. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു, ഈ രാജ്യം നിലനിർത്തി കൊണ്ടുപോകാൻ പ്രാപ്തനായിട്ടുള്ള, ഫേമസ് ആവുമോ, അതിനുള്ള യോഗ്യതയുണ്ടോ, ക്വാളിറ്റീസ് എല്ലാം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിനുള്ള ഉത്തരം ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുവാണെങ്കിൽ ശ്ലോകം 19 മുതൽ 25 ശ്ലോകം വരെ പറയാൻ പോകുന്നത് ഇതാണ്. അതായത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസിനെ, ബ്രാഹ്മണർ, അദ്ദേഹത്തിന്റെ പരീക്ഷിത് മഹാരാജാവിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നു. അതിനു മുമ്പായി ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ എന്ത് പറയുന്നു നോക്കാം. 18 ശ്ലോകത്തിൽ ശ്രീല പ്രഭുപാദി പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന്റെ ആ ഒരു രാജ്യം അദ്ദേഹം ഭരിച്ചിരുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ
അങ്ങനെയുള്ള വരിഷ്ഠനായിട്ടുള്ള ഒരു രാജാവ് ഭരിക്കുമ്പോഴാണ് രാജ്യം രാജ്യമാവുന്നത്. ഇല്ലെങ്കിൽ രാജ്യം രാജ്യമല്ല. ഒരു രാജാവ്, ഒരു ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ ആ ശരിക്കും എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവണം. അപ്പോൾ അതിന് യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ വേറൊരാളും ഇല്ല, നമുക്കറിയാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ തന്നെ യുധിഷ്ഠിര മഹാരാജാവിന്റെ മുമ്പുള്ള രാജാക്കന്മാർക്കും അതേ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അതങ്ങനെ നിലനിർത്തി കൊണ്ടുവരുന്നു, പരമ്പരയിലൂടെ നിലനിർത്തി കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ശീല പ്രഭുപാജി പറയുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതായത് അതായത് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത്. വേണ്ടതായിട്ടുള്ള ഒന്നാമത് അവർക്ക് ക്വാളിറ്റീസ് വേണം. ക്വാളിറ്റീസും ഉണ്ടായതുകൊണ്ടും മാത്രം ആവുന്നില്ല, അവർക്ക് വേണ്ട ഒരു ട്രെയിനിങ്ങും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് നമ്മൾ കാണുന്നു. ഇനി മുന്നോട്ടും അദ്ദേഹം രാജ്യം ഉപേക്ഷിക്കുന്നേക്കാൾ മുമ്പ് പരീക്ഷിത് മഹാരാജാവിന് യോഗ്യതയുണ്ട്. അതേ യോഗ്യത തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടാണ് അദ്ദേഹം വിട്ടുപോകുന്നത്. കാര്യം അത് മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ശ്രീല പ്രഭുപാദ് പറയുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രഭുപാജി പറയുന്നത് അതാണ്. ഇന്നത്തെ കാലത്ത് ശൂദ്രര് ആയിട്ടുള്ള ആളുകൾ രാജ്യം ഭരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ക്ഷത്രിയരുടേതായിട്ടുള്ള ഗുണങ്ങൾ ആവശ്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ പൊസിഷനിലേക്ക് വരണമെങ്കിൽ നമുക്കറിയാം, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രര്, ഓരോ ഈ വർണ്ണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ബ്രാഹ്മണരുടെ ആ സത്വഗുണം ശൂദ്രർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ശൂദ്രരുടെ തമോ ഗുണം രജോ ഗുണമാണ്, അല്ലെങ്കിൽ തമോ ഗുണമാണ് അവർക്ക് കൂടുതലുള്ളത് എന്നുള്ളത് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാള് ബ്രാഹ്മണനാവാൻ സാധിക്കുമോ? ബ്രാഹ്മണനെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല, തീർച്ചയായിട്ടും സാധിക്കില്ല. ആ ഗുണങ്ങൾ ഉണ്ടാവണം. ആ ഗുണങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഡിവിഷനും ഉള്ളത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ കാലത്തെ കാര്യം പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശൂദ്രരായിട്ടുള്ളത് എന്ന് ഉദ്ദേശിക്കുന്നത് ഗുണങ്ങളില്ലാത്ത, ഒരു ക്വാളിറ്റീസും ഇല്ലാത്ത ആളുകൾ. എന്താണ് ശാസ്ത്രങ്ങൾ, എന്താണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം, ഇതൊന്നും അറിയാത്ത ആളുകൾ ശാസ്ത്രങ്ങളെ ഫോളോ ചെയ്യുന്നതോ വേദങ്ങളെ ഫോളോ ചെയ്യുന്നതോ ഇതിനെക്കുറിച്ചോ വേദങ്ങളെക്കുറിച്ചോ ശാസ്ത്രങ്ങളെക്കുറിച്ചോ ഒരു അറിവുമില്ലാത്ത ആളുകളൊക്കെ ഭരണത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? താറുമാറാവുന്നു എല്ലാം. അതാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നേരിട്ട് കാണുന്നു. ഇതെല്ലാം ഇന്ന് സംഭവിക്കുന്നത് അതാണ്. പറയേണ്ട ആവശ്യമില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ. സ്വാർത്ഥത മാത്രമേ ഉള്ളൂ അവിടെ, അല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല, വേറെ ഒരു അജണ്ടയും ഇല്ല. ഇതാണ് പ്രശ്നം. ആ ക്വാളിറ്റീസ് ഒന്നുമില്ല. വേദങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമല്ല ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭരണത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലുള്ള ആളുകൾ അങ്ങനെയാണെങ്കിൽ താഴോട്ട് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു കൾച്ചർ ഉണ്ടാവില്ല. അത് അങ്ങനെയുള്ളൊരു വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രീല പ്രഭുപാദി പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ശ്രീമദ് ഭാഗവതം ആളുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ഭാഗവത ധർമ്മം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഈ പറയുന്ന കറപ്ഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇന്നത്തെ കാലത്ത് കാണുന്ന പല കാര്യങ്ങളും ഇല്ലാതാവുന്നത്. നമുക്ക് അങ്ങനെയുള്ള ഒരു യുധിഷ്ഠിര മഹാരാജാവും പരീക്ഷിത് മഹാരാജാവും ഭരിക്കുന്ന കാലത്തുള്ള പോലെ ഒരു രാജ്യമാക്കി മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലും അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കലിയുഗത്തിന്റെ പ്രഭാവം ഒക്കെ ഉണ്ട്. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന കാര്യം ചെയ്യണം എന്നുള്ളതാണ് പ്രഭുപാദ് ഓർമ്മിപ്പിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തെ അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള, അതിൽ പറയുന്നത് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭരിക്കുന്ന ആളുകളും അതേപോലെ തന്നെ പ്രജകളും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ലോകം ഇങ്ങനെയായിരിക്കില്ല. കലിയുഗമാണെങ്കിൽ പോലും ഇങ്ങനെയായിരിക്കില്ല. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. എല്ലാവരും ഈ ഒരു ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, പ്രിൻസിപ്പൽസ് എല്ലാം മനസ്സിലാക്കണം, ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യണം. ഇതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട്
ചെയ്യേണ്ടത് നടക്കുമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രഭുപാദ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം ഫോളോ ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം ഇങ്ങനെ ആയിരിക്കില്ല. തീർച്ചയായിട്ടും ആത്മീയ ലോകം എങ്ങനെയാണോ അതേപോലെയായി മാറും. കലിയുഗമായിട്ടും ഈ ഒരു ഭൗതിക ലോകമായിട്ടും അതാണ്. എവിടെയാണോ ഭഗവത് സേവനങ്ങൾ അല്ലെങ്കിൽ ഭഗവത് ആരാധനകൾ നടക്കുന്നത്, എവിടെയാണോ ശാസ്ത്രങ്ങൾ അനുസരിച്ചുള്ള ഒരു ജീവിതം ഉള്ളത്, ഗുരു സാധു ശാസ്ത്രം അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം ഉള്ളത്, അവിടെ പറയേണ്ട അവിടെ ആത്മീയ ലോകവും ഭൗതിക ലോകവും എന്നുള്ള ഒരു വ്യത്യാസം പോലും അവിടെ വരുന്നില്ല. ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഗുരു സാധു ശാസ്ത്രം അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയ ലോകത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ്. ബാക്കി ജന്മകർമ്മം ജരാവ്യാധിയെല്ലാം നടക്കുമായിരിക്കും, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. ആ അവബോധത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? ശരീരത്തിന് സംഭവിക്കുന്ന ഒരു വിഷയമല്ല, കോൺഷ്യസ്നെസ് ആണ്, അവബോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഭക്തർ ഇന്നത്തെ കാലത്ത് ഇവിടെയുള്ള പരിശുദ്ധ ഭക്തർക്ക് ഇവിടെ സംഭവിക്കുന്നത് എന്തും അവരെ ബാധിക്കുന്നില്ല. പുറമേ നോക്കുമ്പോൾ ബാധിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമായിരിക്കും, പക്ഷെ ഉള്ളിൽ അവർക്ക് ഒരു വ്യത്യാസവും ഇല്ല. അവരുടെ അവബോധം വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്. ഭഗവാന്റെ സംരക്ഷണത്തിലാണ്. ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു അവരെ എല്ലാവരെയും. അപ്പോൾ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും പോലുള്ള ശാസ്ത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് പ്രഭുപാദ് ഇവിടെ എടുത്തു പറയുന്നു. ഓക്കെ, ഇനി 19ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പരീക്ഷിത് മഹാരാജാവിന്റെ ഗുണങ്ങളെക്കുറിച്ച് ബ്രാഹ്മണര് പറയുന്നതാണ് കാണാൻ പോകുന്നത്. 19 മുതൽ 25ാമത്തെ ശ്ലോകം വരെ. श्रीला प्रभुपाद की जय, ग्रंथराज श्रीमद् भागवतम की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, निताय निताय गौर प्रेमानंदे. हरे कृष्ण. താങ്ക് യു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കമന്റ്സ്? ഓക്കെ, പ്രഭുജി എല്ലാരും വരിക. പ്രഭു ചോടാതൊരു പുറവ് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ രാമ 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 ഹരേ രാമ ഹരേ കൃഷ്ണ. ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेकोटि वैष्णव वृंद की हरिनाम संगीत रंज के हरे कृष्ण महामंत्र की श्रील प्रभुपाद जय, श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्ण प्रभु जी, धन्यवाद प्रणाम. हरे कृष्ण. हरे कृष्ण प्रभुजी. हरे कृष्ण. हरे कृष्ण प्रभु जी. थैंक यू प्रभु जी. हरे कृष्ण प्रभुजी. हरे कृष्ण प्रभुजी. हरे कृष्ण प्रभु जी. धन्यवाद.